നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നിന്ന് കുടുംബജീവിതം തകരുന്ന കാലമാടോ? എത്രയോ മക്കൾ യതീമായി പോകുന്നു, എത്രയോ കുട്ടികൾ യതീമായി പോകുന്നു, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. എല്ലാം ആവശ്യമില്ലാത്ത വിഷയം, നിസ്സാര കാര്യം. പണ്ട് തലാഖൊക്കെ പറയുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാ. ഇന്ന് കുടുംബജീവിതങ്ങൾ തകരുന്നതിന് നിസ്സാര കാര്യങ്ങളാണോ? ഒരു സോപ്പ്. ഈ അടുത്തുണ്ടായൊരു സംഭവം, ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞിട്ട് ആ കുളിപ്പരയിൽ സോപ്പ് വെക്കൂല, ഇവള് റൂമിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാണ്. ആ 18 വയസ്സ് 19 വയസ്സുള്ള പെൺകുട്ടി ഒരു ദിവസം കുളിച്ചതിന് ശേഷം സോപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി കണ്ടു. ഇതെവിടെ കൊണ്ടുപോകാം? തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ആർക്കും പകർച്ചവ്യാധിയൊന്നുമില്ല, എയ്ഡ്സ് രോഗമുള്ളവരാരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു സോപ്പ് കാരണം ആ കുടുംബജീവിതം തകർന്നടോ, ആ ബന്ധമൊഴിഞ്ഞു. ഇതാണ് കാരണം, നിസ്സാര കാര്യങ്ങൾ. കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള സഹോദരൻ എൻ്റെ സുഹൃത്താണ്. ഉസ്താദ്, അനിയൻ്റെ കല്യാണമാ, ഉസ്താദ് വരണം, നിക്കാഹിന് വരണം. ഒരുപാട് വിളിച്ചു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒരു മാസത്തിന് ശേഷം ആ സഹോദരനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ നിക്കാഹിന് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു, മോനെ വരാൻ പറ്റിയില്ല, ഒരുപാട് പ്രയാസങ്ങളായിപ്പോയി, എന്തോ ബുദ്ധിമുട്ടായിപ്പോയി. ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചു, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഓളെന്തേടാ? ഓള് പോയി ഉസ്താദേ, കല്യാണം കഴിഞ്ഞൊരു മാസമേ ആയുള്ളൂ. ഓള് പോയി. ചോദിച്ചപ്പോൾ പറഞ്ഞു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തത് കാരണം ബന്ധമൊഴിഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കാരണങ്ങളാണോ ഇതൊക്കെ? ഇന്നത്തെ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നതിനെ കുറിച്ച് എങ്ങനെ ഈ യത്തീമായ മക്കളുടെയൊക്കെ വാപ്പ മരിച്ചു പോകുന്ന മാത്രമല്ലല്ലോ, എത്രയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ യത്തീമിങ്ങൾ കൂടുന്നത്? നിസ്സാര കാര്യങ്ങൾ. വാശി എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ലാത്ത വാശിയ. ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയ്ക്ക്. ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും സഹോദരിക്കുമാണ് വാശി. ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവർ സമ്മതിക്കൂല. അതിനേറ്റവും വലിയ ഒരു തെളിവ് എൻ്റെ അനുഭവം തന്നെ. ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയിൽ മസ്ലഹത്തിൻ്റെ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു. അങ്ങനെയുള്ള പരിപാടിക്ക് പോകാത്ത ആളാണ് ഞാൻ. ഒരു ഗതികേട് കൊണ്ടൊരു വെള്ളിയാഴ്ച ദിവസം അഡ്വക്കേറ്റ് ഉൾപ്പെടെ 40 പേര് വന്നു, 2 കുടുംബത്തിൽ നിന്ന്. കമ്മിറ്റി ഓഫീസിനകത്ത് എല്ലാ അഡ്വക്കേറ്റ് വരെയുണ്ട്. വലിയ വിഷയങ്ങൾ, ചർച്ചകൾ നടക്കാം. ഞാനിങ്ങനെ മിണ്ടാതിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തേ ഖത്തീബൊന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനില്ല. ഈ പയ്യനോടും പെണ്ണിനോടും ആണിനോടും ഒന്ന് സംസാരിക്കണം. ഈ ഭാര്യയും ഭർത്താവിനോട് സംസാരിച്ചാൽ മതി, അല്ലാതെ ഇരിക്കുന്ന നാട്ടുകാരോട് മുഴുവൻ ഞാനെന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞു, പറ്റൂല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാ, ഇനി സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ പയ്യൻ്റെ മാമ അങ്ങോട്ട് ചോദിച്ചു, ഉസ്താദ് സംസാരിച്ചാൽ കുഴപ്പമെന്താന്ന്? അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വഴക്കായി. അവസാനം ഒരു 10 മിനിറ്റ് അനുവദിച്ചു. ഞാൻ 2 പേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ കയറി 2 പേരോടും ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരോട് 2 പേരോട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ബദറും മുഹദും ഹന്തക്കും അവിടെ നടന്നടോ? മുമ്പിലിരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള പരിഗണന പോലും എനിക്കവർ നൽകിയില്ല. അവർ പരസ്പരം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും ഇടയ്ക്ക് അടിക്കാൻ കൈപൊക്കി. എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചു. അവർക്ക് പറയാനുള്ളത് മുഴുവനും ഒരു 15 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു തീർന്നു. 2 പേരും പറഞ്ഞ് ക്ഷീണിച്ചു. കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിനി ഒരവസരം കൊടുത്തുകൂടെ? എടാ, നിനക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഇവളുടെ കൂടെയോ? ഇല്ല ഉസ്താദെ. 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, താഴെ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും 2ആയി. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് കൂടാൻ കഴിയില്ല. അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ്, ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ചതല്ലേ, 2 പേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് സന്തോഷത്തോടെ പിരിയ് എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു, വാതിൽ തുറക്കുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറക്കുന്നില്ല. എനിക്ക് ബേജാറായി. പടച്ചവനെ എന്താണെന്നറിയില്ല. താഴെ 40ഓളം പേര് 2 കുടുംബത്തിൽ നിന്ന് ബദർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക. ഞാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ 2 പേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. ഉസ്താദെ, ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണം. ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉപദേശം, അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഈ പുറകിൽ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂമെടുത്ത് താമസിക്ക്, വീട്ടിൽ പോകരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണോ? പല കുടുംബങ്ങളിലും ഒരു ഭാര്യയും ഫോൺ പോലും വിളിക്കാൻ വിടൂല, ഫോൺ പോലും ഒന്ന് സമ്മതിക്കൂല. പേടിച്ചു വെച്ചേക്ക്, ഇനി വിളിക്കണ്ട, സംസാരിക്കണ്ട. ഇവിടെ എന്തെല്ലാം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ. അപ്പോൾ ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം, വാപ്പ ഉപദേശിക്കണം. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് പോയ മകളുടെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത
അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഇതാ വാപ്പ. വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിക്കുക, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയോ ഫാത്തിമ? പഠിക്കണം പെങ്ങളെ, നീ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് പഠിക്കണം. നീ എപ്പോഴും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെ കഥ പറയുമല്ലോ. നിനക്ക് എന്തിൻ്റെ കുറവ്? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിനക്കറിയോ? നീ ചോറ് വെച്ച പ്രതിഫലം, നീ തുണി കഴുകിയ പ്രതിഫലം, നീ വീട് തൂത്ത പ്രതിഫലം, നീ ഒരു വസ്ത്രമൊന്ന് കുടഞ്ഞ പ്രതിഫലം, നീ പ്രസവിച്ച പ്രതിഫലം, ഗർഭിണിയായ പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം, ഭർത്താവിൻ്റെ തലയിൽ ഇത്തിരി എണ്ണ തേച്ച് കൊടുത്താൽ പോലും നിനക്ക് പ്രതിഫലം. എന്തേ പഠിക്കാത്തത്? എത്രയും പ്രതിഫലം ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് കുടുംബജീവിതത്തിൻ്റെ വില എന്തെന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്ന മകളോട് ചോദിച്ചു, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ അവിടുന്ന് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? എന്താണ് വാപ്പാ? പറഞ്ഞതാ ഉപ്പാ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നബി തങ്ങൾ പറയുകയാണ്, ഫാത്തിമ, ഇത് ചെറിയ ഒരു നന്മയല്ല ഫാത്തിമ, ഇത് ചെറിയ ഒരു കാര്യമല്ലടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയണേ ഫാത്തിമ. ഇതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് നന്മ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്നത് വരെ മുടക്കിയില്ല പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ, ഫാത്തിമ മരിക്കുവോളം മറന്നിട്ടില്ല, അത് പറയാതെ കിടന്നിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ആ ഫാത്തിമയുടെ ഭർത്താവായ അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് രാത്രിയിൽ നബി തങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലം വരെ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ പറയുമായിരുന്നു, എത്ര കഷ്ടപ്പാടാണെങ്കിലും ഏത് യുദ്ധത്തിന്റെ വേളയിലാണെങ്കിലും ഞാനത് പറയാതെ ഉറങ്ങാറില്ല. ഇതാണോ നന്മയെന്ന് പറഞ്ഞാൽ? നമുക്കാണ് നന്മ ചെറുതും വലുതും. നിങ്ങളിപ്പോ ചിന്തിക്കും, പടച്ചവന് സിറാജേ ഇത് പറയാനാണോ ഇത്രയും സമയമെടുത്തത്? ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ നമുക്ക് നിസാരമാണ്, നമുക്ക് നിസാരമാണ്, നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു നിന്നു. അസ്ഹാബു സുഫില സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജിന് പോകുന്നു, അവർ ഉംറയ്ക്ക് പോകുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിലില്ല നബിയേ, ഹജ്ജ് ചെയ്യാ പൈസയില്ല, ഉംറയ്ക്ക് പോകാ പൈസയില്ല, സക്കാത്ത് കൊടുക്കാ പൈസയില്ല, സദക്ക കൊടുക്കാ പൈസയില്ല, ഞങ്ങള് പാവപ്പെട്ടവരാണ് നബിയേ.
പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാ. അസ്ഹാബുൽ സുഫില് അബൂ ഹുറൈറ തങ്ങൾ ഉൾപ്പെടെ പാവപ്പെട്ട സഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നു, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്നു, ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ? ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ ഹജ്ജിന്റെ കൂലി വേണോ? ഹജ്ജിന്റെ കൂലി കിട്ടുന്നവര് നന്മ പറഞ്ഞു തരട്ടെയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞു, പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ 3 ദിക്ർ പറയല്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ പറയാൻ ആർക്കാ സമയം? അതൊന്നും പറയാൻ ആർക്കും സമയമില്ലടോ. കാരണം അതൊന്നും ഒരു വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊക്കെ നിസ്സാരമായി കാണുകയാ. അലിയാരി നിങ്ങൾ പറയാ, എൻ്റെ ഫാത്തിമ മരിക്കുന്ന ദിവസവും അത് പറഞ്ഞിട്ടാ മരിച്ചേ. എൻ്റെ ഫാത്തിമ നബിതങ്ങൾ ആ ഒരു നന്മ പറഞ്ഞതിന് ശേഷം എൻ്റെ ഫാത്തിമ മരിക്കുവോളം പറയുമായിരുന്നു, ഞാനും അങ്ങനെ. ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ല. എൻ്റെ നബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാനത് മുടക്കിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ ഖുർആനും പറഞ്ഞത്, ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാ പിന്നെ ചെയ്യണമല്ലോ, ആ ഒരു മനസ്സാണോ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, സഹോദരാ, നമുക്കും ഒരു മത്സരം നടത്താം. ജീവിതകാലം മുഴുവനും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നീ മരിക്കുവോളം പറയുന്നില്ല. ഒരു ദിവസമെങ്കിലും നിനക്ക് പറ്റുമോ? ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു അവസാനം കിടപ്പറയിൽ വന്നിരിക്കുമ്പോ കിടക്കുന്നതിന് മുമ്പ് നിബിധങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ഒരു ദിക്റല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറയണേ. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയണില്ല, നാളെ പറയണോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ് ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കിക്ക്. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അരക്കയ്യന്മാരെ ഒന്നും അല്ലാഹ് അവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിയോ? അള്ളാഹുവെ, ഈ മജ്ലിസിലിരുന്ന് ആരൊക്കെ കൈപൊക്കിയോ, ഈ പൊക്കിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഈ കൈപൊക്കിയവർക്ക് അള്ളാഹ് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാന്. വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗലുൽ കൗസർ അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. അതിനും കൂടെ രാമ്യം പറ. ആ കൈ വെക്കാത്തവരുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, ജീവിതകാലം മുഴുവനും പറയാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും പറയാം, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോൾ ഇരുന്നാളെ ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടോ? നേരത്തെ പൊങ്ങിയതുണ്ടോ? നേരത്തെ പൊക്കാത്തവനും കൈ പൊക്കി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശി ആരാ? അവൻ്റെ അടുക്കൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യും. അത് എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം, ഒരു മത്സരം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശിയാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ സ്വഭാവം എന്താ?
വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? അല്ലാഹു പറയുകയാണ്, അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യുമോ? ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എത്ര വലിയ ദുഃഖം വന്നാലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഏത് പ്രതിസന്ധിയിലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. പടച്ചവനെ അവര് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. സഹോദരാ, ഇത് പറയുമ്പോ അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ഉസ്താദേ ഞാനും ദുആ ചെയ്യാറുണ്ട്, ഇരിക്കുന്ന ഞാനും നിങ്ങളും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ എടോ, നമുക്ക് തന്നെ അറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. നമ്മുടെ ദുആ വേറെയാണ്, നമ്മുടെ ദുആ വേറെയാണ്. ആ ദുആയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാഹു പറയുകയാ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞതെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അവരല്ലാഹുവിന്റെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്തെല്ലാം പ്രയാസം വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളും ചെയ്യാറില്ലേ? നമ്മളെല്ലാവരും ദുആ ചെയ്യും. പക്ഷെ ദുആ ചെയ്യണം നിനക്ക് തന്നെ അറിയാം, ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാറുണ്ട്. പള്ളിയിലെ ഉസ്താദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആമീൻ പറയുന്ന ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ പള്ളിയിൽ? ഇവിടെ ആമീൻ പറയുന്ന ശബ്ദം, എടാ സദ്യ ഉണ്ണായിരിക്കണ പോലെ ചമ്മണം കുട്ടി ഇങ്ങനെ ഇരിക്കുക, ഒരു ഇല ഇട്ടിട്ട് വിളമ്പിയ തിന്നാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ ഒന്ന് കൈയെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിക്കോ? നമ്മളെ മടിയന്മാർ എങ്ങനെ ഇട്ടുകൊണ്ട് മടിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കും, വേണമെങ്കിൽ തന്നാൽ മതി അല്ലാ. ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും, ആർക്കു വേണ്ടിയാ അല്ലാ ഞാനിത് ചെയ്യണേന്ന്. സങ്കടം തോന്നാറുണ്ട് പള്ളിയിലെ ഖത്തീബിന്. അദ്ദേഹത്തിന് തന്നെ സങ്കടമാവും. കാരണം ആമീൻ പറയുന്ന ശബ്ദമില്ലടോ. അങ്ങനൊന്നുമില്ല. മനുഷ്യൻ്റെ വായിക്കകത്ത് നാവുണ്ടോയെന്നറിയാം. പൊതുയോഗമൊക്കെ വരണം, അപ്പം അറിയാം വാപ്പായ്ക്ക് നാവുണ്ടോയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നുക. ഉദാഹരണം പറഞ്ഞ എൻ്റെ ഒരവസ്ഥ ഞാൻ പറയാം. ഉസ്താദൊക്കെ ഇരിക്കുന്നു, പറയാൻ തന്നെ മടിയാണ്. ഞാനൊരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ എന്നെ കൊണ്ടുപോയി. പഠിച്ചിറങ്ങിയപ്പോൾ ഒരു മരണ വീട്ടിൽ എന്നെ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഞാനും എൻ്റെ ചങ്ങാതി ഉസ്താദും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ദുആ ചെയ്യാൻ പോയി. ഉസ്താദെ, ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീനൊക്കെ ഓതി കഴിഞ്ഞു. ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു, വരാൻ. ഇല്ല ഉസ്താദ്, ചെയ്തോ. രണ്ടാമതും വിളിച്ചു, ഉസ്താദ് ദുആ ചെയ്യാൻ പോണു കാക്കാ, ദുആ ചെയ്തോ ഉസ്താദ്. 3 പ്രാവശ്യം വിളിച്ചിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും ആ റൂമിനകത്ത് ആമീൻ പറയാൻ വരുന്നില്ല. യാസീൻ ഓതിയിട്ട് ഞാൻ ആ ചങ്ങാതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാനാ? ഒരു യാസീൻ ഓതി എന്ത് ചെയ്യാനാ? പടച്ചവനെ കളയാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ഈ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറിൽ കൊടുത്തേക്കണേ അല്ലാന്ന്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടോ. കാരണം വീട്ടുകാർക്കാർക്കും വേണ്ട, അവർ ചോറ് വിളമ്പുന്ന തിരക്കില്ല. ഇതുപോലെയാണ് പള്ളിയിലെ ഖത്തീബിൻ്റെ അവസ്ഥ. ആ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ആരാ? റബ്ബേ, സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇതവസ്ഥ. ഇനി ആമീൻ പറഞ്ഞാലുള്ള അവസ്ഥ. ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ, ഖത്തീബ് ആരാ അല്ലാ ഇത് റബ്ബേ? ഉണക്കാലത്ത് മഴ പെയ്ത പോലെ ആമീൻ കേൾക്കണ പടച്ചവൻ ആരാ അല്ലാ? നോക്കുമ്പോൾ ഒരു ചങ്ങാതി 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആമീൻ. ഉസ്താദ് ദുആ അങ്ങ് നീട്ടി, സ്വർഗം കൊടുക്കണേ അല്ലാ, മരണം ഇങ്ങോട്ട് ഉസ്താദ് ദുആ ചെയ്തു, ആമീൻ പറയുന്നുണ്ട്. അപ്പം ഈ ആമീനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ തൂണിലൊക്കെ ജാരിയിരിക്കണ വാപ്പ നോക്കുന്ന ആരാ അല്ലാ ഇത് പതിവില്ലാതെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആമീൻ വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ ഉസ്താദിനൊരു സംശയം, പടച്ചവന് വല്ല കിളി പോയതാണോ അറിയില്ലല്ലോ, ഇങ്ങനെ നടക്കാത്ത കാര്യമല്ലേ. അപ്പം ഈ ആമീൻ പറയണ ചങ്ങാതിയെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോഴെന്താ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഇതും പോക്കറ്റിൽ വെച്ചിട്ട് വന്നിരുന്ന ആമീൻ പറയുന്നടോ. ഈ കാലഘട്ടം എവിടെ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ? ഓണ ബമ്പർ എത്ര ആയിരുന്നപ്പാ?
എല്ലാം മലക്കുകൾ, മനുഷ്യന്മാരാരുമില്ല. ഓണബമ്പർ എത്ര ആർക്കും അറിയത്തില്ല. എടുത്തിട്ട് റബ്ബെ അടിക്കണമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത് അടക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ മനുഷ്യന്മാരുടെ അവസ്ഥയാണോ ഞാൻ പറഞ്ഞത്? ഇതും വെച്ചുകൊണ്ട് പള്ളി വരുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ദുആ ചെയ്യണം അല്ലാഹ് തന്നെ പറയുന്നുണ്ട് തെളിവ് സഹിതം. എങ്ങനെ ദുആ ചെയ്യുന്ന ആ സ്വർഗത്തിൽ പോകുന്ന ആ ഫിർദൗസിൻ്റെ അവകാശിയായ അടിമയുടെ ദുആ ഖുർആൻ തന്നെ ഉദാഹരണം പറയുക. ആരുടെ ദുആയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതാ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ ദുആ പറഞ്ഞു തരികയാണ്. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ ദുആ പറയുകയാ. ഏതാ ദുആ എന്നറിയോ? നിങ്ങളുടെ കടൽ കാണാൻ പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ചിൽ പോകുന്നവരാണല്ലോ. എന്തിനാ കടക്കൽ ഉസ്താദ് എന്നെ കടലിൻ്റെ ചാരത്താ ജോലി ചെയ്യുന്നത്? ആ കടലിൻ്റെ ചാരത്തു ചെല്ലുമ്പോ തിരമാലയുടെ പരിസരത്ത് പോകാൻ പോലും നമുക്ക് പേടിയാണ്. പടച്ചവനെ അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. നമുക്ക് തിര വരുമ്പോ വല്ലാത്ത പേടിയാണ്. എന്നാ കടലിൽ പോയിട്ടുണ്ടോ? ഉൾക്കടലിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോകണം സഹോദരാ, കൈകാല് വിറയ്ക്കുമടോ. ഞാനും പോയവനാ മീൻ പിടിക്കാൻ. പടച്ചവനെ വലിയ ആഗ്രഹത്തോടെ ബോട്ടിനകത്ത് കയറി കടലിൽ ചെന്നു. കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം മുകളിൽ ആകാശമാണ്, നാലു ഭാഗത്തും വെള്ളമാ. എങ്ങനെ കരയിൽ പോകുമെന്നറിയില്ല. വല്ലാത്ത ഒരു പേടിയായി. ആ ബോട്ടോടിക്കുന്ന പ്രായം ചെന്ന ഉപ്പയോട് ഞാൻ ചോദിച്ചു, ഉപ്പ ഇവിടെ എത്ര ആഴമുണ്ട്? ഉസ്താദേ, തെങ്ങിന്റെ കാലും നീളമുള്ള തെങ്ങിനെക്കാളും ആഴമുണ്ട്. പടച്ചവനെ, അവിടെ എങ്ങാനും ഒരു മനുഷ്യന് വീണാ രക്ഷപ്പെടുമോ വാപ്പാ? ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നാ ഉൾക്കടലിൽ, കടലിന്റെ ഉള്ളിലോട്ട് പോകും തോറും വല്ലാത്ത ആഴമാണ്. ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവിയാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. പടച്ചവനെ, നിങ്ങൾക്ക് അതിനെ കുറിച്ചറിയുമോ? ഈ അടുത്ത ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കൊണ്ടുപോയി. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന്റെ വലുപ്പമുള്ള ഒരു മീനിന്റെ എല്ല് കണ്ടു. പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ ചെറുതാ ഉസ്താദ്. അല്ലാഹുവേ, മീനിന്റെ വലുപ്പം എത്രയാണ്? എടോ, കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിന്റെ ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ വീണുപോയാലോ? കടലിൽ വീണാലേ കിട്ടൂല. പടച്ചവനെ, ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയാ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറ, രക്ഷപ്പെടാൻ ഒരു ശതമാനമെങ്കിലും ചാൻസ് ഉണ്ടോ? ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ കാണാൻ കോടികളെ ചെലവഴിച്ചു പോയവരുടെ ചരിത്രം വായിച്ചവരല്ലേ. എന്നാ ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് പെട്ടുപോയടോ. അല്ലാഹുവേ, അവിടെ കിടന്നിട്ട് യൂനുസ് നബി ചെയ്ത ഒരു ദുആയുണ്ട്. വനദാ ഫിൽ ളുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്നിട്ടാ വിളിക്കുന്നതെന്നറിയോ? വനദാ ഫിൽ ളുമാത്. കടലിനടിത്തട്ടിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുളാ സഹോദരാ, വല്ലാത്ത ഇരുളാട്, ഒന്നും കാണാൻ പറ്റാത്ത ഇരുളാട്. ആ ഇരുള് മാത്രമല്ല, ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുകയാ യൂനുസ് നബി. ഒരു ചാൻസുമില്ല. എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ ഓപ്ഷനില്ല. അവിടെ കിടന്നിട്ടാണ് യൂനുസ് വിളിക്കുന്നത്, അല്ലാഹുവേ, നിനക്ക് കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ.
രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയുമല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു രക്ഷപ്പെടുത്തിയടോ. ദിവസങ്ങൾക്ക് ശേഷം യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മീന് തന്നെ കടലിലേക്ക് കൊണ്ടുവന്ന് ഛർദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ ഇതിനാ ദുആ എന്ന് പറയുന്നത്, പെങ്ങളെ ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് നബി അവിടെ കടന്നിട്ട് വിളിക്കുന്നുണ്ട്, അല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും പടച്ചവനെ, എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. നമുക്കോ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. എടോ, ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്തെന്നറിയോ? ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നിരാശയാടോ. നിരാശ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്നത് നിരാശയാ നമുക്ക്. പടച്ചവന് സഹോദരൻ പറഞ്ഞു, ഉസ്താദെ 6 കൊല്ലമായി മക്കളില്ലെന്ന്. പടച്ചവന് ഓൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവെന്തറ ചങ്ങാതി, 6 കൊല്ലം 60 കൊല്ലമൊന്നും ആയില്ലല്ലോ. എടോ, മക്കളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം തീർന്നു ഉസ്താദ്, ഇനി ഒന്നുമില്ല, കൗണ്ടിങ് ഇല്ല, പടച്ചവന് പീരീഡ്സ് ക്ലിയർ ആകുന്നില്ല, ഗർഭപാത്രമില്ല, ഇനി പ്രസവിക്കൂല അല്ലേ. നമുക്ക് നിരാശ കഴിഞ്ഞു, ജീവിതം തീർന്നു. 30, 35, 40 ആയാൽ പിന്നെ പ്രസവിക്കത്തില്ല. ഇത് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ, ഹദീസ് പറഞ്ഞോ? നിന്നെ പോലെ നടക്കുന്ന ഒരുത്തൻ പറഞ്ഞോ? അത്ര തന്നെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശ ജീവിതത്തിൽ പാടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ദുആ ഖുർആൻ പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. ഉമ്മ പള്ളിക്ക് കൊടുത്തതാ. അങ്ങനെ വണ്ടങ്ങനെയാണ് പള്ളിക്ക് കൊടുക്കും. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോൾ മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. ഒരുപാട് പാഠങ്ങളുടെ ആ ചരിത്രത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം നോക്കി, ഈ പഴം പടച്ചവനെ, അല്ലാഹുവേ, ഈ പഴം ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. മോളെ മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം നിനക്ക്? ഈ പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന നിനക്ക് ഈ പഴം എവിടെ നിന്നാ? മറിയം എന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാ, ഖാലത്തു ഹുവ മിൻ ഇൻദില്ല, എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്, എന്നെ പടച്ച റബ്ബ് തന്നതാ എനിക്ക്. സക്കരിയ നബി ആ പഴത്തിലേക്ക് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടൂല. കാരണം ഓരോ പഴത്തിനും സീസൺ ഉണ്ട്. മാങ്ങയ്ക്ക് സീസൺ ഉണ്ട്, ഓറഞ്ചിന് സീസൺ ഉണ്ട്. ഇതുപോലെ ഓരോ പഴങ്ങൾക്കും അതിൻ്റെതായ സീസൺ ഉണ്ട്. ഈ പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടത്തില്ല, സീസൺ അല്ലാത്ത സമയം. അങ്ങനെയുള്ള പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ, മറിയമിൻ്റെ മറുപടി കേട്ടപ്പോൾ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു, വർഷങ്ങളായി, മക്കളില്ല, വൃദ്ധനായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായം ചെന്ന സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം എന്ന് പറയുന്ന പൊന്നാര മകളുടെ മറുപടി കേട്ടപ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനോട് മക്കളില്ല, പ്രായമായി, വയസ്സ് ഒരുപാട് കഴിഞ്ഞു. ചരിത്രം പറയുകയാണ് 100 വയസ്സിന്റെ മുകളിൽ പ്രായമുണ്ട്. പടച്ചവനെ 120ഓളം വയസ്സുണ്ടെന്നൊക്കെ പറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്അലർ റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ.
സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി തമ്പുരാന്, ഞാൻ വൃദ്ധനായി പടച്ചവന്, എൻ്റെ മാംസങ്ങൾ എല്ലിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, എൻ്റെ തൊലികൾ ചുടുങ്ങിയിരിക്കുന്നു, എനിക്ക് കഴിവില്ല തമ്പുരാന്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വൃദ്ധനാണ്. സക്കരിയാ നബി എണ്ണി എണ്ണി പറയുകയാണ്, പടച്ചവനെ ഞാൻ വൃദ്ധനാണ്, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടോ എന്റെ ഭാര്യയുടെ അവസ്ഥയും ഇത് തന്നെയാ പടച്ചവന്. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി 99 വയസ്സിന്റെ താഴെ പ്രായമുണ്ടോ. സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് പെണ്ണേ 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. ഡോക്ടർമാര് പറയുന്നത് പിന്നെ മക്കളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ്. എന്നാ സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു. പെങ്ങളെ 99ഓളം വയസ്സ് പ്രായമുണ്ട്. സക്കരിയാ നബി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കുമെന്ന് പറയുമ്പോ ആ ഭാര്യ പോലും പറയുന്നു, എന്നെ കളിയാക്കുന്നു, ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? അത്രത്തോളം സക്കരിയാ നബിയുടെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. രണ്ടുപേരും പ്രായം ചെന്നവരാണ്, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. പക്ഷേ സക്കരിയാ നബി പറഞ്ഞു, അല്ലാ നിനക്ക് കഴിയുമ തമ്പുരാന്, നിനക്ക് കഴിയുമ തമ്പുരാന്, എനിക്കൊരു സന്താനത്തെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ല. സക്കരിയാ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ല കൊടുത്തു വാപ്പാ, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബി, 99 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ഭാര്യ, നിങ്ങൾ പറ സാധ്യത ഉണ്ടോ? 1% ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന കണക്കനുസരിച്ച് ചാൻസ് ഉണ്ടോ? ഇല്ല. സക്കരിയാ നബിയും പറഞ്ഞു ഇല്ല. പക്ഷേ നിനക്ക് കഴിയും തരാൻ, നിനക്ക് പറ്റും പടച്ചവനെ, എനിക്ക് തന്നേ പറ്റൂ. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.